ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ജൂൺ മാസം 14-ാം തീയതി. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ആവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായമാണ്. വളരെ മനോഹരമായിരിക്കുന്നൊരു അധ്യായമാണ്. ഇസ്രായേലിൻ്റെ 40 വർഷത്തെ ജീവിതത്തെക്കുറിച്ചൊക്കെ സമ്മറൈസ് ചെയ്ത് പറയുന്ന പല കാര്യങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. തുടർന്ന് തന്നെ നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തിന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. അവിടെ പറഞ്ഞാണ്, നിങ്ങൾ കനാൻ നാട്ടിൽ കയറി അനുഗ്രഹമായി അനുഗ്രഹസമൃദ്ധിയായിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അനുഗ്രഹം വരുന്നത് അനുസരണത്തിൽ നിന്നുമാണ്. അനുഗ്രഹം അനുസരണത്തിൽ നിന്നും വരുന്നു. എന്നാൽ പക്ഷേ ദൈവം ഒരു കാര്യം പറഞ്ഞു, അവരുടെ ചരിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ 40 സംവത്സരം ദൈവം നിങ്ങളെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിൻ്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ദൈവം ഇസ്രായേലിനെ പഠിപ്പിക്കാനൊരു പാഠം പഠിപ്പിച്ചു. എന്താണ് പാഠമെന്നറിയാമോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താണ്. അപ്പം വേണ്ടെന്നല്ല, മനുഷ്യന് അപ്പം വേണ്ടെന്നല്ല പറഞ്ഞു. അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യന് അപ്പം വേണം, പക്ഷേ അത് മാത്രം പോരാ. ഇന്നത്തെ ആളുകൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? അപ്പം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, പണം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, ആരോഗ്യം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, അല്ലേ? അങ്ങനെയല്ല. ദൈവം പറഞ്ഞു, ഇസ്രായേൽ മക്കളെ 40 വർഷം മരുഭൂമി കൂടെ നടത്തിയപ്പോൾ അവരെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച അതിപ്രധാനമായ പാഠമെന്ന് പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. അതായത് അപ്പം ഒരു സൈഡിലും വചനം വേറൊരു സൈഡിലും. ദൈവം പഠിപ്പിക്കുന്ന പാഠം എന്താണ്? അപ്പം വേണ്ട എന്നുള്ള പാഠമല്ല, അപ്പം മാത്രം പോരാ എന്ന പാഠമാണ്. പിന്നെന്താ വേണ്ടത്? ദൈവത്തിൻ്റെ വചനം വേണം, ദൈവം പറഞ്ഞ കാര്യങ്ങൾ വേണം. നമ്മയും ദൈവം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. നമ്മുടെ ജീവിതത്തിൽ മക്കളെ, സ്വത്ത് മാത്രം പോരാ, ജോലി മാത്രം പോരാ, വീട് മാത്രം പോരാ, പണം മാത്രം പോരാ, സമൃദ്ധി മാത്രം പോരാ, തിന്നാനും കുടിക്കാനും മാത്രം ഉണ്ടായാൽ പോരാ, അത് പോരാ. പിന്നെന്ത് വേണം? എൻ്റെ വചനം നിങ്ങൾക്ക് വേണം, എൻ്റെ വചനം നിങ്ങൾക്ക് വേണം, എൻ്റെ വായിൽ നിന്ന് വരുന്നതായിരിക്കുന്ന വചനം നിങ്ങൾക്ക് വേണം. കർത്താവ് 40 ദിവസം ഉപവസിച്ച കാര്യം നമുക്കറിയാം. 40 ദിവസം ഉപവസിച്ച ശേഷം സാത്താൻ കർത്താവിനെ പരീക്ഷിക്കാൻ വന്നു. ഈ കല്ലപ്പമായി തീരാൻ പറഞ്ഞു. നീ എന്തിനാ വിശന്നിരിക്കുന്നത്? ദൈവത്തിൻ്റെ പുത്രനല്ലേ, നിനക്ക് കല്ലപ്പമാകാനുള്ള ശക്തിയുള്ളവനാണല്ലോ. ഈ പാറയോടെ നീ നല്ല ഒന്നാന്തരം ചൂടുള്ള അപ്പമായി തീരാൻ, റൊട്ടിയായി തീരാൻ പറഞ്ഞ് റൊട്ടിയായി തീരും. പിന്നെ വിശന്നിരിക്കുന്നത്. കർത്താവ് കൊടുത്ത ഉത്തരവ് എന്തെന്നറിയോ? ഹേ സാത്താനെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട്. ഈ 40 ദിവസങ്ങൾ ഞാൻ ദൈവവചനം ഭക്ഷിച്ചാണ് ജീവിച്ചത്. ഈ 40 ദിവസങ്ങൾ എൻ്റെ ശരീരം പട്ടിണിയാണെന്ന് നീ പറഞ്ഞാലും എൻ്റെ ആത്മാവ് വളരെയധികം ആഹാരം കഴിച്ച ദിവസങ്ങളാണ്. ദൈവത്തിൻ്റെ വചനം 40 ദിവസങ്ങൾ ദൈവം എനിക്ക് ഇഷ്ടം പോലെ തന്നു. അതുമാത്രമല്ല, എഴുതപ്പെട്ടതായിരിക്കും ദൈവവചനമുണ്ട്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന വചനമാണ്. അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. സാധാരണ എന്ത് പറയാനായിട്ട് കഴിയും? നമ്മളും അതിനെ പറയേണ്ട ആവശ്യമാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, മോശ ദൈവസന്നിധിയിൽ പോയി, അവിടെ പോയി 40 രാവും 40 പകലും അവിടെ കിടന്നു. ആ ദിവസങ്ങളിൽ അവനൊന്നും കഴിച്ചുമില്ല കുടിച്ചുമില്ലെന്നാണ് പറയുന്നത്. എങ്ങനെ ഈ 40 ദിവസം കഴിക്കാതെയും കുടിക്കാതെയും കിടന്ന മനുഷ്യന് ഇത്ര ആരോഗ്യപരമായിട്ട് താഴോട്ട് വരും? അപ്പോൾ ഞാനവിടെ പറയുന്നത്, അവൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന സകല വചനം കൊണ്ട് ജീവിച്ചു. 40 ദിവസങ്ങളിലും രാത്രിയും ദൈവം അവനോട് സംസാരിച്ചു. ആ വചനം അവൻ കേട്ടു, അതവന് ഭക്ഷണമായിരുന്നു. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം ധാരാളം വായിക്കുകയും ധ്യാനിക്കുകയും അനുസരിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ദൈവമക്കൾക്ക് അവർക്ക് ഭൗതികമായ കാര്യങ്ങളെക്കാൾ ആത്മീയമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. അവരും പറയുന്നതാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താൽ ജീവിക്കുന്നു. അപ്പോൾ 40 വർഷത്തെ മരുപ്രവാസത്തിൽ ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ച മറ്റൊരു പാഠമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പര്യാപ്തതയാണ്. കൃഷി ചെയ്യാതെ ഇഷ്ടം പോലെ ഭക്ഷണവും, കിണർ കുത്താതെ ഇഷ്ടം പോലെ വെള്ളവും, കാടയെ വളർത്താതെ ഇഷ്ടം പോലെ ഇറച്ചിയും ദൈവം അവർക്ക് നൽകി. തേഞ്ഞു പോകാത്ത ചെരുപ്പുകളും നശിച്ചു പോകാത്ത വസ്ത്രങ്ങളും നീര് വയ്ക്കാത്ത കാലുകളും അവരുടെ മരുഭൂമിയിലെ അനുഭവങ്ങളായിരുന്നു. എന്താ കർത്താവ് അവരെ പഠിപ്പിച്ചത്? ഇട്ടുകൊണ്ട് പോയ ചെരുപ്പ് തന്നെ 40 വർഷം നിന്നെന്ന് പറഞ്ഞാൽ, ഇട്ടുകൊണ്ട് പോയ ഉടുപ്പ് തന്നെ 40 വർഷം നിന്നെന്ന് പറഞ്ഞാൽ ദ്രവിച്ചില്ലെന്നാണ്. ഒന്നും ദ്രവിച്ചില്ല. മരുഭൂമിയിലൊന്നും കുളിക്കാനൊന്നും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊന്നും കുളിച്ചില്ല, ഷാമ്പു ഒന്നും അവർക്കുണ്ടായിരുന്നില്ല.
അവരെ പഠിപ്പിച്ചൊരു കാര്യം ദൈവത്തിൻ്റെ പര്യാപ്തതയാണ്. ദൈവത്തിൻ്റെ പര്യാപ്തതയാണ്. അതവരെ പഠിപ്പിച്ചു. നമ്മുടെ ദൈവം മതിയായവനാണ്. അതവരെ പഠിപ്പിച്ചു. അവരോട് പറഞ്ഞു, മരുഭൂമിവാസം കഴിഞ്ഞല്ലോ, ഇനി നല്ലൊരു ദേശം ദാനമായി ലഭിക്കാൻ പോവുകയാണ്. അവിടെ എത്തുമ്പോൾ നന്ദിയോടുകൂടെ ജീവിക്കണം. 40 വർഷം മരുഭൂമിയിൽ ദൈവത്തിൻ്റെ പര്യാപ്തത നിങ്ങൾ അനുഭവിച്ചെങ്കിൽ ഇനിയുള്ള കാലത്ത് നിങ്ങളുടെ കരം കൊണ്ട് അധ്വാനിച്ചാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. അവിടെയും ദൈവം പര്യാപ്തനാണ്. നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും ചെയ്യാത്തപ്പോഴും ദൈവം പര്യാപ്തനാണ്. ഈ പാഠമാണ് പഠിക്കേണ്ടത്. ജോലി ചെയ്യുമ്പോൾ ദൈവത്തെ വേണ്ടെന്നും ജോലി ഇല്ലാത്തപ്പം ദൈവത്തെ വേണമെന്നും അങ്ങനെയല്ല. ജോലി ഇല്ലാത്തപ്പം നമ്മെ സംരക്ഷിക്കുന്ന ദൈവം ജോലി ഉള്ളപ്പോഴും നമ്മളെ സംരക്ഷിക്കുന്നവരാണ്. അതെ, മന്ന അവർക്ക് കൊടുത്തത് 40 വർഷം. അതേക്കുറിച്ച് പറയുന്നത്, അത് കൊത്തമ്പാലരി പോലെ വെളുത്ത നിറമുള്ളതും തേൻ കൂട്ടിയ ദോശം പോലെയുള്ളതുമാണ്. തേൻ കൂട്ടിയ ദോശ പോലെ. ദോശ ഉണ്ടാക്കിയിട്ട് തേനൊഴിച്ച് തിന്നാൽ എത്ര മനോഹരമാണ്. പിന്നെ ചട്നിയും സാമ്പാറും ഉപയോഗിച്ച് കഴിച്ച് പഠിച്ചിട്ടുള്ള നമുക്ക് തേനൊന്നും വലിയ ഇഷ്ടമല്ലായിരിക്കും. ദൈവം തരുന്നതിൻ്റെ മഹത്വമാണ്. ഈ വിലയില്ലാത്ത മന്നയെന്നാണ് ഇസ്രായേൽ മക്കൾ പറഞ്ഞത്. ഈ വിലയില്ലാത്ത മന്ന. പക്ഷേ മന്ന തിന്ന ഒരു മനുഷ്യർക്കും ഒരു അസുഖം വന്നില്ല. മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനൊരു കാര്യം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ കാലൊന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്യല്ലേ, കാലിനൊരു നീര് വരണ്ടേ. നമ്മളാണെങ്കിൽ അരമണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ കാല് നീട്ടിയിട്ടിരുന്ന് നമ്മുടെ കാലും നീര് വെക്കും. ഇല്ല, അവർക്ക് നീരുണ്ടായില്ല. കാരണം അവർ കഴിച്ചതായിരിക്കുന്ന ആഹാരത്തിൽ മഗ്നീഷ്യം വേറെ എന്തെല്ലാം വേണോ അതെല്ലാം ഉണ്ടായിരുന്നു. മന്ന വാസ് ബാലൻസ്ഡ് ഫുഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം തരുന്നവനാണ് ദൈവം കേട്ടോ. നമ്മൾ കരം കൊണ്ട് അധ്വാനിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്നവനാണെങ്കിൽ നാം അതൊക്കെ മന്നായ വിറ്റാമിനും മിനറൽസും ഒക്കെ ഉണ്ടോ എന്ന് നോക്കി നമുക്ക് കഴിക്കേണ്ട ആവശ്യമാണ്. ദൈവം നമുക്ക് മന്ന ഇട്ട് തരുമ്പോൾ അതിനകത്ത് ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നന്ദിയോടെ കഴിച്ചാൽ മതി. രണ്ടും ദൈവം തരുന്നതാണ്. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് വന്നതായിരിക്കുന്ന ആപത്ത് നമുക്ക് വരരുത്. അവർക്കെന്താ വന്നത്? ദൈവം അവരെ അനുഗ്രഹിച്ചെങ്കിലും അവർ നന്ദിയുള്ളവരായിരുന്നില്ല. അവരവരുടെ സ്വന്തം കരങ്ങളുടെ അധ്വാനത്തിൽ അവരെ പ്രശംസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടതെന്ന പ്രമാണം അവർ മനസ്സിലാക്കിയില്ല. അവർ മനസ്സിലാക്കിയ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല കാടയും ഇറച്ചിയും കൂടെ വേണമെന്ന്. ദൈവം പറഞ്ഞു, കാടയുണ്ടെങ്കിലും ഇറച്ചി ഉണ്ടെങ്കിലും വചനമില്ലെങ്കിലും ഒന്നുമില്ലെന്ന് പറഞ്ഞു. വചനത്താലാണ് സകലവും ശുദ്ധീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിനാണ് നാം ഒന്നാമത്തെ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മൾ പറയും, നാട്ടിൽ പറയും, അന്യവിചാരം, മുന്നവിചാരം, കാര്യവിചാരം, പിന്നെ വിചാരമെന്ന്. അങ്ങനെയല്ല, കാര്യവിചാരം മുന്നവിചാരമായി വരണം. ആ കാര്യവിചാരത്തിൽ ഒന്നാമത്തെ സ്ഥാനം ദൈവം എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. അതിനൊന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഒരുപാട് അനുഗ്രഹം ഉണ്ടാവും. അങ്ങനെ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.